ശ്രീ സന്ദീപ് വാര്യർ വളരെ അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരത്തിൽ നിന്ന് വന്ന രോഷമാണത്. പത്മജയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തന്തയ്ക്ക് വിളിച്ച ആ ഒരു ആർക്കും സംസ്കാരമുള്ള ആർക്കും രോഷം തോന്നും അത് കേട്ട് കഴിഞ്ഞാൽ. അതിന് പാർട്ടി ഭേദമന്യേ തന്നെ തോന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം സന്ദീപേ, എന്താ വെച്ചാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കറിയാവുന്ന കാര്യമല്ലേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പേ പിടിച്ച നായ നാട്ടുകാരെ മുഴുവൻ ഓടിച്ചിട്ട് കടിക്കും. അതിന് നായയുടെ നേരെ പ്രതിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ആ പേ പിടിച്ച നായയുടെ സ്വഭാവമാണ് അത് കടിക്കുക എന്നുള്ളത്, നാട്ടുകാരെ കടിക്കുക. അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മളതിനെതിരെ പ്രതിഷേധിച്ചിട്ടും പ്രതിഷേധ പ്രമേയം പാസ്സാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് അതിൻ്റെ സ്വഭാവമാണ്, ജന്മസ്വഭാവം അത് കാണിക്കും. തന്തയ്ക്ക് വിളിക്കുക, പിതൃശൂന്യരെന്ന് വിളിക്കുക, പരനാറി എന്ന് വിളിക്കുക, ഇതൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞ സ്വഭാവത്തിൻ്റെ ഭാഗമാണത്. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, അവരെ തിരുത്താനൊട്ട് കഴിയുകയുമില്ല. അതിൻ്റെ വഴിക്ക് വിടുക. നമ്മളത് പ്രതിഷേധിച്ചും ആത്മരോഷം കൊണ്ടുമൊക്കെ നമ്മുടെ എനർജിയൊക്കെ അങ്ങനെയുള്ളവരുടെ എനർജി വെറുതെ കളയാമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഈ കോൺഗ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഇവർ വരുന്നു, BJP-യിലേക്ക് ചേക്കേറുന്നു, അതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസ് കുടുംബമാണല്ലോ നെഹ്റു കുടുംബം. ആ നെഹ്റു കുടുംബത്തിലെ സോണിയാഗാന്ധിയെപ്പോലെ തന്നെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു മരുമകൾ ഇന്ന് BJP-യിലാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ തന്നെയുള്ള ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു ചെറുമകൻ BJP-യിലാണ്. 1984 അമേഠിയിൽ രാജീവ് ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ആരാണ് അഭിലാഷേ? ഈ മേനകാ ഗാന്ധിയാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവർ. അപ്പം ഇത് കോൺഗ്രസ്സിലൊരു പുതിയ കാര്യമല്ല. ആ പാർട്ടി വിട്ടുപോവുക, പിന്നെ ഏതെങ്കിലും ഒരു സൗകര്യം വരുമ്പോൾ തിരിച്ചു വരിക. VC ശുക്ല എന്ന് പറയുന്ന ഒരു സമുന്നത കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. ഉന്നതനായ പണ്ടത്തെ ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമായിരുന്നു അദ്ദേഹം. 4 സംഘത്തിലെ അംഗമായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്തെ. ആ മനുഷ്യൻ പോകാത്ത പാർട്ടിയുണ്ടോ? പോകുന്ന പാർട്ടിയിലല്ല ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിലേക്കാണ് പോകുന്നത്. അത് ജനതാദൾ ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എവിടെയും. ഇത് കോൺഗ്രസിന്റെ അകത്ത് നമ്മൾ കാലാകാലങ്ങളായി കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ല, ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയല്ല. എന്റെ ചോദ്യം, ഇങ്ങനെ ഈ പറഞ്ഞ ഈ കോൺഗ്രസിന്റെ പഴയ നേതാക്കളുടെ പ്രഭുകുമാരന്മാരുടെ ഒക്കെ റീഹാബിലിറ്റേഷൻ സെന്ററായി BJP മാറണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായ നേതാക്കളൊക്കെ ഉണ്ടാവില്ലേ? അല്ല ഒരു കാര്യമുണ്ടേ, അല്ല അപ്പം ഇനിയും പറയുന്നത് കേൾക്കൂ. ഈ ആരാണ് ഒരു പാർട്ടി ഇങ്ങനെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഒരു പാർട്ടി മാറാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്, എങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പ്രയോജനമുണ്ടോ. അതുപോലെ ഈ കരുത്തൻ്റെ ഒപ്പമേ ആൾക്കാർ പോവുള്ളൂ. ഇന്ന് BJP ഇവിടെ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. BJPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ, മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ അത് BJPക്ക് മാത്രമാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ ദേശീയ പാർട്ടി. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് ആൾക്കാർ പോകും. പിന്നെ താങ്കൾ ഇവിടെ ഒരു വലിയ ലിസ്റ്റ് വായിച്ചു, അവരുടെ പുത്രൻ, ഇവരുടെ പുത്രൻ, മകൻ എന്നൊക്കെ. പക്ഷേ ഇവരൊക്കെ BJP സ്വീകരിച്ചത് അവരുടെ മക്കളായതുകൊണ്ടും അവരുടെ ഇന്നയാളുടെ മകനായതുകൊണ്ടുമല്ല. അവർ ഇവിടെ ചേരാൻ തയ്യാറായി വന്നു, അവരെ സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ഈ BJPയുടെ ഉന്നത നേതൃത്വത്തിൽ, അതായത് തീരുമാനമെടുക്കുന്ന ബോഡികളിൽ, ഡിസിസീവ് പോസ്റ്റുകളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ കോർ BJPക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരി, അവിടെയുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പത്മജ ഇവിടേക്ക് വന്നു. ഒറ്റ കാര്യം കൂടെ, പത്മജ ഇവിടെ BJPയിലേക്ക് വന്നു. ഈ BJPയിലേക്ക് വന്നുകൊണ്ട് BJPക്ക് സംഘടനാപരമായ എന്തെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പത്മജയെപ്പോലെ ഒരു ഹെവി വെയ്റ്റ് BJPയിലേക്ക് വരുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. വളരെ ഫാർ റീച്ചിങ് ആണ്. ഫാർ റീച്ചിങ് എന്ന് പറയുമ്പോൾ ഷാബു പ്രസാദ്, കേരളം എന്നുള്ള സൊസൈറ്റിയുടെ സ്വഭാവം നമുക്കറിയാം. പത്മജ വേണുഗോപാൽ എന്ന K കരുണാകരന്റെ മകൾ, കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവിന്റെ മകൾ BJPയിലേക്ക് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്താണ്? ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP എന്ന CPM-ന്റെ നറേറ്റീവിന് ശക്തി കൂടും. കോൺഗ്രസ്സുകാരെല്ലാം കൂട്ടത്തോടെ
BJP-യിലേക്ക് ചേരുകയാണെന്ന പ്രതീതി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാണ്. താങ്കൾ ഈ പറയുന്ന ഫാർ റീച്ചിങ് കോൺസിക്വൻസസിന്റെ ഗുണഫലം ആർക്കാണ്? BJP-ക്കാണോ? CPM-നാണ്? പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ കോൺഗ്രസിന്റെ വോട്ട് കുത്തി അവർ ഭാവിയിൽ BJP-യിലേക്ക് പോവില്ലേ എന്ന് തോന്നലുണ്ടാവും. യഥാർത്ഥത്തിൽ നിങ്ങൾ പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്, അതിന്റെ ബെനിഫിഷ്യറിയായി മാറുന്നത് CPM. നമ്മൾ കേരളത്തിന്റെ കോൺടാക്സിൽ നിന്നും സംസാരിക്കണം. അതല്ലാതെ സ്വന്തമായിട്ട് 10 വോട്ടെങ്കിലും അധികമായിട്ട് BJP-ക്ക് സംഭാവന ചെയ്യാൻ കഴിയുമോ പത്മജയ്ക്ക്? അല്ല അഭിലാഷേ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള എഫക്റ്റ് വരുന്നത്, അതിൻ്റെ ഗുണം, അതിൻ്റെ നമ്പർ 1 ബെനിഫിഷ്യറി BJP തന്നെയാണ്. BJP തന്നെയാണ് അതിൻ്റെ നമ്പർ 1 ബെനിഫിഷ്യറി. കാര്യം രാജ്യം ഭരിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇതുപോലെ ഒരു ഹെവി വെയിറ്റ് വരുന്നു. അതായത് ഇവർ ജയിക്കാൻ പോകുന്ന പാർട്ടിയാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. രണ്ടാമത് അഭിലാഷ് പറഞ്ഞ സത്യമാണ്, അതിൻ്റെ അടുത്ത ബെനിഫിഷ്യറി CPM തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ഇവിടെ ജയിക്കുന്ന മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.